തനിക്ക് തന്നെ ഷോക്ക് അടിപ്പിച്ചെന്ന് പറയാൻ മടിയില്ല. ഒരുപാട് മന്ത്രവാദികളുടെ അടുത്തും ഒരുപാട് അച്ഛന്മാരുടെ അടുത്തും ഒക്കെ എന്നെ കൊണ്ടുപോയതാ. എന്റെ ചരിത്രം കേട്ടാൽ നിങ്ങളൊക്കെ അന്തം വിട്ടുപോകും. ഈ പുസ്തകത്തിൽ പറയുന്ന സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ. ഞാൻ ഈ ബിനു പാസ്റ്ററെ ഒന്നും കണ്ടിട്ടില്ല, ഈ ദൈവദാസന്മാരെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നാണം കേടുണ്ടോ ഇങ്ങനൊക്കെ പറയാൻ? ഇല്ല പാസ്റ്ററെ, യേശു വിടുവിച്ചല്ലയോ. ഏത് തെരുക്കോണിലും പറയും യേശു വിടുവിച്ചാന്ന്. അകത്ത് എന്നപ്പോൾ പുള്ളിക്കാരൻ വിളിച്ചിരുത്തി കുറെ ദൂതുകൾ പറഞ്ഞതെല്ലാം കറക്റ്റുവാ. എടാ, ഞാൻ ഇതിനു മുമ്പിട്ട് പുള്ളിയോട് എൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല, നാള് പറഞ്ഞിട്ടില്ല, ഊര് പറഞ്ഞിട്ടില്ല, എല്ലാം കറക്റ്റ്. എയർഫോഴ്സുകാരൻ പറഞ്ഞ് പച്ചയ്ക്ക് ഭ്രാന്തായിരുന്നെന്ന്. ഭ്രാന്തായിരുന്നു. ഇന്ന് ഭ്രാന്തില്ല, ഇന്ന് സുവിശേഷത്തിന്റെ ഭ്രാന്താ. എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. ഒരുപാട് മന്ത്രവാദികളുടെ അടുത്തും ഒരുപാട് അച്ഛന്മാരുടെ അടുത്തും ഒക്കെ എന്നെ കൊണ്ടുപോയതാ. എൻ്റെ ചരിത്രം കേട്ടാൽ നിങ്ങളൊക്കെ അന്തം വിട്ടുപോകും. പുനലൂരിൻ്റെ അടുത്ത സമീപ പ്രദേശമായ പിറവന്തൂർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമപ്രദേശത്താണ് ഞാൻ വളർന്നത്, ജനിച്ചത്. 2 വർഷക്കാലമായി ജന്മസ്ഥലം ഉപേക്ഷിച്ച് വന്ന ആളാണ് ഞാൻ. എൻ്റെ എനിക്ക് കൈ ഇങ്ങനെ മൈക്ക് പോലും പിടിക്കാനൊക്കത്തില്ലായിരുന്നു, ചോറിനാനൊന്നും ഒക്കത്തില്ല, ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇങ്ങനെ എന്നെ നേർച്ച ചെയ്തുണ്ടായ മകനാണ് ഞാൻ. എൻ്റെ പേരൊക്കെ നിങ്ങൾ കേട്ടല്ലോ, ലോലിത്ത് വർഗീസ്. ലോലിത്ത്. ഞാൻ ഈ ബിനു പാസ്റ്ററെ ഒന്നും കണ്ടിട്ടില്ല, ഈ ദൈവദാസന്മാരെ ഒന്നും കണ്ടിട്ടില്ല. ഞായറാഴ്ച എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, നമുക്ക് നെറ്റിനകത്തൊന്ന് കാണിച്ചു തന്നു, ഇങ്ങനൊരു പാസ്റ്ററുണ്ട്, നല്ല സഭയാന്ന് പറയുന്നു. അപ്പം നല്ലതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. 10, 40, 50 പേരും ഒക്കെ ഉള്ളടമൊക്കെ ആയിരിക്കും, നല്ല വരുമാനമൊക്കെ ഉള്ളതായിരിക്കും. ഇവിടെ വന്നപ്പോഴാ പാസ്റ്റർ പറഞ്ഞു, 4 കോടി എനിക്ക് കടമുണ്ട്. ഇതുപോലൊരു സ്റ്റേജിൽ ഇതുപോലൊരു ദൈവ മക്കളുടെ മുമ്പിൽ നിൽക്കുവാൻ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. എന്നെ ദൈവം നിർത്തിയതാ. ഞാൻ മനഃപൂർവ്വം വന്ന് നിൽക്കുന്നതൊന്നുമല്ല. അകത്ത് എന്നപ്പോൾ പുള്ളിക്കാരൻ വിളിച്ചിരുത്തി കുറേ ദൂതുകൾ പറഞ്ഞതെല്ലാം കറക്റ്റുവാ. എടാ, ഞാൻ ഇതിനു മുമ്പിട്ട് പുള്ളിയോട് എൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല, നാള് പറഞ്ഞിട്ടില്ല, ഊര് പറഞ്ഞിട്ടില്ല, എല്ലാം കറക്റ്റ്. 66 ചെറു ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി രചിച്ചിട്ടുള്ള ഈ സത്യവേദ പുസ്തകം, ഇതിനകത്ത് സത്യമായ കാര്യമേ എഴുതി വെച്ചിട്ടുള്ളൂ. അതിൻ്റെ പേരാ സത്യവേദ പുസ്തകം. മാത്യു മറ്റത്തിൻ്റെ നോവലൊന്നും അല്ല, മുട്ടത്ത് വർക്കിയുടെയും. ഇതിനകത്ത് സത്യമായ കാര്യങ്ങളാ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നേ. ഇത് തുറക്കുമ്പോൾ എന്തൊരു രുചിയാ. ഇത് ചുമക്കുന്നവൻ രക്ഷ പ്രാപിക്കും. രക്ഷപ്പെടാൻ ഇനി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യത്തിൽ ഒരേ ഒരു മാധ്യമമേ ഉള്ളൂ. ഇതാ ബൈബിൾ. ഇതാ ഞാൻ കൊണ്ടു നടക്കുന്നേ. തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും, അതുപോലെ കൊണ്ടു നടക്കുക ഞാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ ഉണ്ടായി. അന്ന പ്രാർത്ഥിച്ച പോലെ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു, നീ എനിക്കൊരു മകനെ രണ്ടാമത് തന്നു കഴിഞ്ഞാൽ അവനെ 12ാമത്തെ വയസ്സിൽ മണർകാട് പള്ളി, കോട്ടയം ഇല്ല, അവിടെ കൊണ്ടുപോയി അവനെ ആ സിലോഹാം കുളത്തിൻ്റെ വെള്ളം കലങ്ങുമ്പോൾ അവിടെ കരയിൽ കിടക്കുന്ന രോഗി മുഖം കഴുകുമ്പോൾ ആദ്യം ഇറങ്ങുന്നവർക്ക് ആ സൗഖ്യം കിട്ടുന്നത്. എന്നെ അവിടെ കൊണ്ടുപോയി അവന് 12 വയസ്സാകുമ്പോൾ അവിടെ കൊണ്ടുപോയി വെള്ളം കോരി കുടിപ്പിക്കാം, കുളിപ്പിക്കാം ഒക്കെ ചെയ്യിക്കാമെന്ന് എൻ്റെ അമ്മ നേർന്നു. അന്ന നേർന്നത് വേറെയാണ്. എൻ്റെ അമ്മയുടെ നേർച്ച മർത്തോമായിലെ നേർച്ചയാണ്. അന്ന നേർന്നത് പെന്തക്കോസ്റ്റിലെ നേർച്ചയാണ്. രണ്ടും രണ്ടാ. നേർച്ചകൾ ഒരുപാടുണ്ടല്ലോ. ഗുരുവായൂർ അമ്പലത്തിൽ, ഇവിടെ മണർകാട് പള്ളിയിൽ ഒക്കെ നേർച്ചകൾ ഒരുപാട് നേർന്നു. അവന് 12 വയസ്സാകുമ്പോൾ അവിടെ പിടിപ്പണം വാരിക്കാം, കുളിപ്പിക്കാം, വെള്ളം കുടിപ്പിക്കാം. പൊന്നുന്നൂല് 12 വയസ്സ് ആകുമ്പോൾ കൊണ്ടുപോയി എൻ്റെ അതേ ഹൈറ്റിൽ പൊന്നുന്നൂലും കൊടുത്തു ഒരു പരുവമായി. പിന്നെ 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ അവനെ അച്ചപ്പട്ടം ലോഹയും ഇവിടെ ഒരു കെട്ടും കൊടുക്കാമെന്ന് പറഞ്ഞു. അതും നടന്നില്ല. നോക്കിക്കോണം.
10 പാസ്സായിട്ട് സ്പോർട്സ്മാൻ ആയിരുന്നു ഞാൻ. പോലീസിലേക്ക് സെലക്ഷൻ കിട്ടി. അത് നടന്നില്ല. ഇപ്പം എന്നെ നടത്തുന്ന ഇവരെ പോലുള്ള പാവം പിടിച്ച പാസ്റ്റേഴ്സാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സൺഡേ സ്കൂളിലൊക്കെ ഞാൻ പെട്ടെന്ന് തീർക്കാം മിടുക്കനായിരുന്നു. സ്പോർട്സിന് എല്ലാത്തിനും ഞാൻ വീഡിയോ സിഗരറ്റ് ഒന്നും വലിക്കാത്ത ആളുമായിരുന്നു. 18ാമത്തെ വയസ്സിൽ തിരുവനന്തപുരം 1983 തിരുവനന്തപുരം എയർപോർട്ടിൽ മാർച്ച് മാസം എനിക്ക് ഒരു സിംഹാസനത്തിൽ ജോലി വാങ്ങിച്ചു തന്നു അപ്പൻ്റെ അനിയൻ. അവരെ കുറ്റം പറയുമല്ല, അതുകൊണ്ടാണല്ലോ ഞാനിവിടെ വന്നത്. തെറ്റിലൂടെ അല്ലയോ ശരി വന്നിരിക്കുന്നേ, അല്ലയോ? അപ്പം ശരി തന്നെ ആണെങ്കിൽ മാത്രം നടക്കുമോ കാര്യങ്ങൾ? തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലിയായിരുന്നു എനിക്ക്. എയർപോർട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്ന് പറയും. കസ്റ്റംസിനകത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ദുബായ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലയോ? കേട്ട് കാണുമല്ലോ നിങ്ങൾ. വെളിനാട്ടിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ തുണിയും അതും ഇതൊക്കെ കൊണ്ടുവരും. ഏറ്റവും സെറ്റ് സാധനം വിൽക്കുന്ന ഇന്ത്യൻ ഫോറിൻ കറൻസിക്ക് മുതൽ സെയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനം, കടയാണ്. അറൈവൽ ഷോപ്പും ഡിപ്പാർട്ട്മെൻറ്റ് ഷോപ്പും ഒക്കെ. ബിനു പാസ്റ്റർക്കൊക്കെ അറിയാം, വരുന്നവർക്ക് അറിയാം. ലുലു മാൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങളെ? അതേപോലെ തന്നെ അതിനകത്ത് എൻ്റെ ജോലി വിസ്കി കച്ചവടം ചെയ്യുക. ഫോറിൻ ലിക്വർ ഷോപ്പിലായിരുന്നു എനിക്ക് ജോലി. നല്ല ജോലിയാണ്. സിഗരറ്റും സിഗരറ്റുമൊക്കെ ബീഡിയൊന്നുമില്ല. 55, 555, റോത്ത്മാൻ, കിങ്സ്റ്റൺ എന്നൊക്കെ പറയുന്നത് ഫോറിൻ സാധനങ്ങളാണ്. വിസ്കി പ്രസവത്തിനൊക്കെ മോക്ക് അവനിപ്പം കൊണ്ടുവരും. കൊച്ചു പുറത്തോട്ട് വരണമെങ്കിൽ നല്ല ദഹനം വേണം. അതിന് ഇതൊരു അര പെഗ് അടിച്ചു കഴിഞ്ഞാൽ മോള് നല്ല ഡെലിവറി ആയിരിക്കും. അങ്ങനെ നടക്കത്തേയില്ല. അതെല്ലാം കുടിച്ച് പേഞ്ഞിങ്ങനെ നടക്കുമായിരുന്നു ഞാൻ. നോക്കിക്കോണം തമ്പുരാൻ കർത്താവ് എന്നെ കൊണ്ടുവന്നേ എവിടാന്ന്. അങ്ങനെ ഓരോ പ്രാവശ്യം പോലീസ്, പട്ടാളക്കാർ, മിനിസ്റ്റേഴ്സ് എൻ്റെ കമ്പനികളാണ്. എനിക്ക് ഡ്രൈവിങ് അറിയാം, ലൈസൻസ് ഇല്ല. യൂണിയൻ്റെ എംബ്ലവും ധരിച്ച് ഞാൻ അങ്ങ് വിട്ടു പോവാം. ബാറുകളിലാണ് അന്തി ഉറങ്ങുന്നതും. ബിയർ ബാറുകളിലും പോവും. കോവളം ITDC ഹോട്ടലിൽ, വലിയ ഹോട്ടലുണ്ട്, ഗവൺമെൻറ് ഹോട്ടലിൽ എനിക്ക് 2% കൊടുത്താൽ മതി. അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതിനകത്ത് റിങ് വിട്ടേക്കും, ഡൈനിങ് ടേബിളും ഒക്കെ അതിനകത്തുണ്ട്. ഞാൻ അതിനകത്ത് കയറി അങ്ങ് കിടന്നാൽ മതി. മാസമുള്ള കാശ് അങ്ങോട്ടാണ്, വീട്ടിലോട്ടില്ല. 10-28 വർഷം ജോലി ചെയ്തപ്പോൾ എനിക്കുള്ള മിച്ചമെന്ന് പറഞ്ഞാൽ 18,000 രൂപ കടം. അയ്യോ, കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാലേ എനിക്കിത് പറയാൻ ഒക്കൂ. എനിക്കും ഭയമുണ്ട്. കാര്യം ഇല്ല, നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കുക സ്യൂമ. എന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വട്ടം ഞാൻ ചാലിയേക്കര എന്ന് പറയുന്ന സ്ഥലത്ത് അലുമുക്കിലെ ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കാൻ തിരുവനന്തപുരത്തുള്ള ഒരു പാസ്റ്റർ വന്നില്ല. ഗ്രഹപ്പഴക്ക് എന്നെ വിളിച്ചു, ലോലിത്തച്ച ഇനി വരാൻ. അവിടുത്തെ ഒരു പാവപ്പെട്ട പാസ്റ്റർ. ഞാൻ ചെന്നു. അപ്പം ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു, മാർത്തോമേലായിരുന്നു എന്നെ വലിയ മെത്രാൻ തോമസ് മാർ ഐറാനീസ് തിരുമേനി 3000 രൂപ എൻ്റെ അപ്പൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടാ എന്നെ കൊണ്ടുവന്ന് കപ്പിയാരും പള്ളിക്കാരും കൂടെ പണത്തെ ആ തൊട്ടിക്കകത്ത് കൊണ്ടുവന്ന് ഉടിതൂണ് പോലും ഇല്ലാത്ത കൊച്ചു പയ്യനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി ബക്കറ്റി വെള്ളവും കോരി മോറവും ചെല്ലി കുരിശും വരച്ചു. ഞാനങ്ങനെ ക്രിസ്ത്യാനിയാവുന്നേന്ന് ഞാൻ പറഞ്ഞു. യേശു ക്രിസ്തുവിനെ 30ാമത്തെ വയസ്സിൽ സ്നാപക യോഹന്നാൻ നിന്ന് യോർദാൻ നദിയിലാ വെള്ളത്താൽ സ്നാനമേറ്റത്. എന്നെ കൊണ്ട് അച്ഛൻ്റെ തൊട്ടിക്കകത്ത് കൊണ്ടുവന്നു തലേ മകിനകത്ത് വെള്ളം ഒഴിച്ചത്. ഞാൻ ക്രിസ്ത്യാനിയാവുമോ? ഞാൻ ആയത് ഇപ്പോഴാ ബെന്തക്കോസിൽ വന്ന റോമാലേഖനം 6-ാം അധ്യായം അങ്ങോട്ട് വായിച്ചപ്പോൾ എനിക്ക് തോന്നി യേശു ക്രിസ്തുവിനോട് ചേരുവാൻ എന്ത് നല്ലതാ. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ തക്കവണ്ണം സ്നാനമേറ്റതായ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിലനിൽക്കണമെങ്കിൽ ബെന്തക്കോസ് വിശ്വാസത്തിലേക്ക് കടന്നു വരണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കാത്തവൻ കാണത്തില്ല. വിശ്വസിക്കാത്തവൻ എങ്ങനെയാ കാണുന്നേ? അടുത്തിടെയാ എന്നെ സ്നാനമൊക്കെ പെടുത്തിയതുമൊക്കെ. പെടുത്തിയവരൊന്നും ഇപ്പം അവിടെ ഇല്ല. ബോംബെയിലെ IPC സഭയിലില്ല. ഇപ്പം സഭയിലൊക്കെ യൂണിയനൊക്കെ ഉണ്ട്. ഞാൻ നോക്കിയിട്ട് ഇവിടെ യൂണിയനൊന്നുമില്ല. കടവുള്ളിടത്ത് ഇവിടെ യൂണിയൻ. കടവുള്ളിടത്ത് യൂണിയൻ ഉണ്ടോ സഹോദരി? ഇപ്പം ഞാനും പ്രാർത്ഥിക്കുക, കർത്താവേ നീ എനിക്കൊരു 5 കോടി ഇതാ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നിൽക്കും ദൈവത്തിൻ്റെ വചനമായിട്ട്. ഇപ്പം എനിക്ക് കടമൊന്നും പ്രശ്നമില്ല. നേരത്തെ ഞാൻ ജോലി ചെയ്ത് ഒരു ദിവസത്തെ വരുമാനം എനിക്ക് 20,000 30,000 രൂപയായിരുന്നു. 12 മണിക്കൂർ ഡ്യൂട്ടി, 24 മണിക്കൂർ ഓഫ്. 24 മണിക്കൂർ ഓഫ് കിട്ടുമ്പോൾ ഡ്യൂട്ടി 12 മണിക്കൂറുള്ളൂ. ഞാനവിടെ ആ ബാറുകളിലാണ്. അശോക ഹോട്ടൽ, സെൻറ്റൂർ ഹോട്ടൽ,
വലിയ ആളല്ലയോ, വലിയ പുള്ളിയായിരുന്നു ഞാൻ. കുടിച്ചാരേലും പണക്കാരനായ ചരിത്രമുണ്ടോ? കുടിപ്പിച്ച് ചരിത്രമുണ്ട് ഇല്ലേ? ഇവിടെയുള്ള പാച്ചി ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, കല്ലുവാതൊക്കെ. ഞാൻ പണ്ട് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ കേട്ടിട്ടേ ഉള്ളൂ. അവിടെ ഇപ്പം ഞാൻ താമസിക്കുന്നത് തൊട്ടടുത്താ. അവിടെ അടുത്താ താമസിക്കുന്നേ. പുള്ളിക്കാരനെ കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത ബേബി ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു ആരാധന ഹോസ്പിറ്റലിലെ ഡോക്ടർ ഉണ്ടായിരുന്നു. അവിടെ എന്നെ ഭ്രാന്തനായിട്ട് കൊണ്ടിട്ടു. പുള്ളിക്ക് ഭ്രാന്തായി, പുള്ളി പോയി. എൻ്റെ ഭ്രാന്ത് കർത്താവ് മാറ്റി ഇവിടെ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ബേബി ഡോക്ടർ എൻ്റെ അപ്പൻ്റെ ബന്ധുക്കാരനാ, പുനലൂര്. ജയഭാരതം മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടു. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ശനിയാഴ്ച വൈകിട്ടങ്ങ് യമഹ ബൈക്കുണ്ട്, അതിലങ്ങ് പോവും. അപ്പം പോകുന്ന വഴിക്ക് ആയൂർ അഞ്ചലൊക്കെ എഴുതി വെച്ചേക്കും BAR ബാർ. നല്ല ലൈറ്റുകളും ഒക്കെ ഇട്ട് മാടി വിളിക്കും, ബാ ബാ. കൺവെൻഷൻ വരാൻ ആളില്ല. നീ വരുന്നോടാ കൺവെൻഷന് പോവാൻ? ആയൂർ അർച്ചന ബാറുണ്ട്, ബാ ബാ. അവിടെ അങ്ങ് ഇരിക്കും. ഞായറാഴ്ച രാത്രി വൈകിട്ട് ഉച്ചയ്ക്ക് അങ്ങനെ ആയിരിക്കും വീട്ടിൽ ചെല്ലുന്നത്. അവർ വാച്ചും 21 ക്യാരറ്റിൻ്റെ ഫ്രെയിമായിരുന്നു എൻ്റെ ഗോൾഡിൻ്റെ, കണ്ണാടിയുടെ. കണ്ണാടിയില്ല, ഫ്രെയിമും ഇല്ല, എല്ലാം പോയി. ഏതായാലും വസ്ത്രം ഉണ്ടായിരുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ. അങ്ങനെയായിരുന്നു ഞാൻ കഴിഞ്ഞത്. അങ്ങനെ പുനലൂർ ജയഭാരതം മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടു. ഞാൻ വയലൻ്റ് ആവും, ഭ്രാന്ത്. എനിക്ക് പറയുന്ന രോഗം സീസോഫീമിയ. നേഴ്സ് വെമ്പിള്ളാർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അവർക്കറിയാം. സീസോഫീമിയ എന്ന് പറയുന്ന ഭ്രാന്തായിരുന്നു എനിക്ക് രോഗം. മദ്യം കഴിക്കുക, കഴിച്ച് ഭ്രാന്തായി. ഈ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കണമെങ്കിൽ കുപ്പിപ്പാൽ കൊണ്ടുവരുമല്ലോ കരയുമ്പം. എൻ്റെ സഫാരി സൂട്ടിൻ്റെ പോക്കറ്റിൽ എപ്പോഴും കാണും പെഗ് മെഷർ എന്ന് പറഞ്ഞ സാധനം. ഒരു പെഗ് അതിനകത്ത് കലക്കി വെച്ചിരിക്കുക, ഐസ് ട്യൂബാ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഉറിഞ്ഞു, എന്തോ ബ്ലാക്ക് ലേബൽ വിസ്കി. നിങ്ങൾ കുടിക്കുന്ന എന്തോ കുഞ്ഞുങ്ങളുണ്ടായാൽ പാല്, ഞാനിങ്ങനെ വിസ്കി. പിന്നെ 555 സിഗരറ്റും വലിച്ച് ഒരു ആയുസിൻ്റെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. അവസാനം പല്ലും പോയി. ഈ ദൈവം തമ്പുരാൻ എന്നെ നേരത്തെ വിളിച്ചായിരുന്നെങ്കിൽ ഞാനും ബെന്നി ഹിൻഡൻ്റെ കണക്കുമല്ലോ ഇറ്റലിയിലും അമേരിക്കയിലും ആയിട്ട് ഇങ്ങനെ നടന്നതിനായിരുന്നു. 61ാമത്തെ വയസ്സിൽ വിളിച്ചു, വിളി കേട്ടു, അടിയനിതാ വന്നു. ദൈവമേ, നിന്റെ കൃപ എന്നോട് കൂടി ഇരിക്കുമാറാണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ പാപങ്ങളുടെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. കർത്താവേ, അവിടുന്ന് എനിക്ക് ജീവൻ തന്നല്ലോ. കുടിച്ച് കഴിയാണ്ട് 1.5 കോടിയോളം. ഞാനിപ്പോൾ ആലോചിക്കുക, 1.5 കോടി ഉണ്ടായിരുന്നു ഈ പാവം പിടിച്ച പാസ്റ്റർക്ക് കൊടുക്കായിരുന്നു. ഇവിടെ താമസിക്കാനും ഒക്കുമായിരുന്നു, ഇവിടെ ഇരിക്കായിരുന്നു. ഈ ഡെസ്കും ബെഞ്ചും ഒന്നും എനിക്ക് വേണ്ട, ഡെസ്കിൽ കൊണ്ട് കൊടുക്കാനും ഒന്നും. നേരിട്ട് അങ്ങ് കൊടുക്കാമായിരുന്നു. കർത്താവ് നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അങ്ങനെ ഓരോ പുനലൂര് മെൻ്റൽ ഹോസ്പിറ്റലിൽ കടന്നു. എനിക്ക് ഭ്രാന്ത്. അപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല. അവിടെ ഇരിപ്പുണ്ട് ഒരു പട്ടാളക്കാരിയാ, മിലിറ്ററി നേഴ്സാ എൻ്റെ ഭാര്യ. അവിടെ ഇരിപ്പുണ്ട്, ഞാൻ പറയാം. കല്യാണം കഴിച്ചിട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങും, 22 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കും. വയലൻ്റ് ആകുമ്പോൾ തന്നെ അവിടെ ഇരുമ്പിൻ്റെ കട്ടിലുണ്ട്. അവിടെ അവർ തോർത്തേലെ യേശു ക്രിസ്തുവിനെ കുരിശി തറച്ചതുപോലെ എനിക്ക് തന്നത് കോൺക്രീറ്റ് കുരിശ്, കർത്താവിന് കൊടുത്തത് മരക്കുരിശ്. അതുപോലെ തന്നെ ഇരുമ്പ് കട്ടിലേക്ക് കൊണ്ടുവന്ന് തോർത്ത് കാലിൽ കെട്ടും. ഇതെല്ലാം നടന്ന കാര്യമാണ് പാസ്റ്റർ മുരളി പാസ്റ്റർ. പാസ്റ്റർ പേര് എന്നെ പഠിപ്പിച്ചത് നമ്മുടെ പാസ്റ്റർ മുരളി പാസ്റ്റർ എന്നേ. എന്തോ സുരേഷ് പാസ്റ്റർ. സുരേഷ് പാസ്റ്റർ വൈഫ് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ പേപ്പറ് ഈ തുണി വെച്ച് ചുറ്റിയും വെച്ച് ചങ്ങലയിൽ എൻ്റെ കട്ടിലയിൽ കൊളുത്തുക. അപ്പം ഞാനിങ്ങനെ കിടക്കുക. കുരിശില്ലെന്നേ ഉള്ളൂ. വയലൻ്റ് ആകുമ്പോൾ അവർ ഇലക്ട്രിക് ഷോക്ക് തരും. എന്തുവാ ഇലക്ട്രിക് ഷോക്ക്? ഏതാണ്ട് ഒരു മരക്കഷ്ണോ തടിക്കഷ്ണോ പോലെ എൻ്റെ വായി കൊണ്ട് വയ്ക്കും, കറണ്ടേ കുത്തും. ഞാനിങ്ങനെ കിടന്ന് പിടയ്ക്കും. വീട്ടുകാർ വരുമ്പോൾ സെക്യൂരിറ്റി എന്നെ വീൽ ചെയറിൽ പിഴലി ഓടിഞ്ഞ് ഇങ്ങനെ കൊണ്ട് കിടക്കും. ഡോക്ടർ പറഞ്ഞു, മെഡിക്കൽ സയൻസിൽ ഈ മനുഷ്യൻ രക്ഷപ്പെടാൻ പഴുതുകളൊന്നുമില്ല. ഇനി കണ്ടുപിടിച്ചിട്ടും ഇല്ല, കണ്ടുപിടിക്കാനും ഒക്കത്തില്ല. ശാസ്ത്രമൊക്കെ ഇപ്പോൾ തോറ്റു.
ഇതിൻ്റെ മുമ്പിൽ, കറുത്ത പുസ്തകത്തിൻ്റെ മുമ്പിൽ ശാസ്ത്രമൊന്നുമില്ല. അപ്പം ശാസ്ത്രക്കാർ ഇത് നോക്കിയ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമാ. ശാസ്ത്രജ്ഞന്മാർക്കും തെറ്റുവാ, അവരിതിലാണ് നോക്കുന്നത്. സുപ്രീം കോടതിക്കും തെറ്റുവന്നിരിക്കുക. AD യും BC ഇതൊക്കെ കണ്ടുപിടിക്കുന്നതെല്ലാം നിയമം സത്യവേദോസത്തിനകത്തുനിന്നാണ്. ക്രിസ്ത്യാനികളെ കണ്ടും കൂടാ. വല്ലതും കാര്യം ചെയ്യുന്നെങ്കിൽ നല്ല ചെയ്യുന്നേ അവരേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഓരോ ദിവസം ഓരോ മാസം കഴിയുമ്പോൾ 20 ദിവസം ഞാൻ ആശുപത്രിയിലും 10 ദിവസം ജോലിയിലും. 28 വർഷം ഞാൻ ജോലി ചെയ്തു. അതിലൊരു 8 വർഷം പോലും ജോലി ചെയ്തിട്ടില്ല. അത്ര പുള്ളിയായിരുന്നു. എന്നെ കുടിപ്പിച്ചത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. അതുകൊണ്ടാണല്ലോ അവരിപ്പം നിൽക്കുന്നത്. ബാറുകൾക്ക് പുതിയ ലൈസൻസൊക്കെ കൊടുത്ത്. അങ്ങനെ തിരുവനന്തപുരത്ത് കവിയത്രി സുഗതകുമാരി നടത്തുന്ന മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടെടുത്തു. അവിടെ 22 ദിവസം. അത് കഴിഞ്ഞു കോഴ്സ്. അങ്ങനെ പോയി തിരുവല്ലായിലുള്ളവർ ലബ്ബയുടെ അവിടെ പിന്നെ കറുത്ത ചരടും തകിടുമാ. കെട്ടി എൻ്റെ ഇളി മൊത്തം ചരടായിരുന്നു. പിന്നെ ഇവിടെ സർക്കസുകാരനൊക്കെ ഒരു തകിടും. പുനലൂർ ജയഭാരതം മെൻ്റൽ ഹോസ്പിറ്റൽ, പിന്നെ വാളകത്ത് മേഴ്സി ഹോസ്പിറ്റലിൻ്റെ അതിൻ്റെ അടുത്ത് മാർത്തോമായുടെ ഡി അഡിക്ഷൻ സെൻറ്റർ അവിടെ കൊണ്ടിട്ടു മദ്യപാനം നിർത്താൻ. പ്രസവം നിർത്താനായിട്ടൊക്കെ സ്ത്രീകൾ ആശുപത്രിയിൽ പോയി നിർത്തിയൊക്കെ ചെയ്യും. മദ്യപാനം എങ്ങനെ നിർത്തും? ലൈസൻസും കൊടുത്തുകൊണ്ടിരിക്കുക. നിർത്തിച്ചത് ഒരു ഡോക്ടറായ എൻ്റെ ജീസസ് ക്രൈസ്റ്റ് ദൈവം തമ്പുരാനാണ് നിർത്തിയത്. ഏതാണ്ട് 10-30 ആശുപത്രി ട്രീറ്റ്മെൻറ്റ്. അവസാനം കൊണ്ടുവന്ന് കുമ്പഴയുള്ള ഒരു ലബ്ബയുടെ അടുത്ത് കൊണ്ടുപോയി, ഒരു പോറ്റിയുടെ അടുത്തും കൊണ്ടുപോയി. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരുന്ന വഴിക്കാൻ കൊണ്ട് ഒരു ജോൺസൺ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിഞ്ഞ് തരും. എന്നാ മോനെ കുടിച്ചോന്ന് പറഞ്ഞു. വയറുള്ളത് എൻ്റെ പന്തിരടിയും വരും. ഞാൻ പിന്നെ അടുത്ത ഷാപ്പിൽ പോകും, കുടിക്കും. ഇങ്ങനായിരുന്നു എൻ്റെ ജോലി. വീട്ടുകാരന് ജീപ്പിനകത്ത് വലിയ കുടുംബക്കാരാ. പിറവന്തൂർ എൻ്റെ അപ്പൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ 7 ആണും 1 പെണ്ണുമാണ്. എല്ലാം വലിയ പൈസക്കാരും ഫോറസ്റ്റ് കോൺട്രാക്ടേഴ്സുമാണ്. PGK എന്നാ വീട്ടുപേര്. ഫിലിപ്പോസ് ജോർജ് കുറുക്കണ്ണൂർ. അപ്പോൾ P ഫോർ പിറവന്തൂർ സ്ഥലപ്പേര് ഞാനങ്ങാക്കും. G ഫോർ ജീവിക്കുന്ന, PGK എന്നുള്ള. K ഫോർ കള്ളൻ. അപ്പം പിറവന്തൂർ ജീവിക്കുന്ന കള്ളൻ എൻ്റെ അപ്പന്മാർ 7 പേര്. ഞാൻ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അത് പിടിച്ചോണ്ടിരിക്കോ. ജീവനെ ഒരു പേടിയുമില്ല. അങ്ങൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടണം? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? എൻ്റെ കയ്യില് 21 വെടിതീരുന്ന പിസ്റ്റല് തമ്പുരാൻ തന്നതാ. വടിവാള് 10 ഗുണ്ടകളും. പിന്നെ ഞാൻ എൻ്റെ അപ്പൻ്റെ കുടുംബത്തെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഈ സ്യൂം വെച്ച് പിടിച്ചാൽ പിള്ളേരൊക്കെ അവിടെ നിന്ന് അരിക്ക് കല്ലുള്ളിൽ പറക്കുന്ന പോലെ ഇപ്പോഴും കണ്ടോണ്ടിരിക്കും എന്നെ പിടിക്കാൻ. അങ്ങനെ കഴിഞ്ഞ ഒരു വ്യക്തിയാ. വാളകത്ത് കൊണ്ടിട്ടു ഹോസ്പിറ്റലിലെ മാർത്തോമ സഭയുടെ ഡി അഡിക്ഷൻ സെന്റർ അവിടെയും കൊണ്ടിട്ടു. അവർ രക്ഷപ്പെട്ടു. അടുത്ത മുറിയും ഇറക്കി. എൻ്റെ കൂടി നിന്നില്ല. അച്ഛന്മാര് മോറോം ചൊല്ലി കപ്പ്യാരും ഒക്കെ ചൊല്ലി നോക്കി, കുരിശും വരച്ചു, കൊന്തയും ചൊല്ലി, നിന്നില്ല. അവസാനം ഞാൻ ഇങ്ങോട്ട് വരുന്നിടത്ത് ആ പള്ളി കണ്ടു. അന്നേരം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പം, ഷെള്ളി, ഈ പള്ളിയിൽ അച്ഛനായിരുന്നു ജോൺസൺ അച്ഛൻ. പുള്ളി എനിക്ക് വെള്ളം തന്നെയാ. ഞാൻ വെള്ളം കുടിച്ചതല്ലാതെ വെള്ളം നിർത്തിയതുമില്ല. അങ്ങനെ ആയി നോക്കിയപ്പോൾ പിന്നെ അടിമാലിയിലെ കോട്ടയത്ത് അത് ഒരു അച്ഛനാ. അവിടെ ചെന്ന് കയറി എല്ലായിടം കൊണ്ടുപോയി. പാസ്റ്റേ 9 ലക്ഷം രൂപ ട്രീറ്റ്മെൻറ്റ്. എന്ത് കഷ്ടമായിപ്പോയി. കർത്താവ് നേരത്തെ എങ്ങനെ ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ. എൻ്റെ കൂട്ടുകാരും എൻ്റെ അപ്പന്മാർ 6 പേരും മരിച്ചുപോയി. ഇനി ഒരാളേ ഉള്ളൂ. അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞേടാ, ഞാനിപ്പോൾ കോട്ടയത്ത് കങ്ങഴയിലുണ്ട്, ഞാൻ വരാം. എനിക്ക് ഇംഗ്ലീഷിന് വലിയ വശമില്ല. ഞാൻ ഭാര്യയോടെ പറഞ്ഞു, എടി ഒരു ഉരുളൻ കിഴങ്ങ് ചൂടാക്കി വെച്ചു, അത് വായിലിടുമ്പോൾ സംസാരിക്കുക, അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുമാവും. അപ്പം ഞാനിനി അവിടെ പാനിരിക്കുമോ കോട്ടയത്ത്? പുള്ളി എന്നെ കാണാൻ വരും. എൻ്റെ ഭാര്യയോടെ പറഞ്ഞ അവനെ അങ്ങ് ഉപേക്ഷിച്ചേരെ, നിനക്ക് തലമുറയ്ക്ക് വേണ്ടുന്ന ഞാൻ തന്നേക്കാം. അപ്പം അവളാ എന്നെ വിളിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നേക്കുന്നേ. എന്തൊരു മധുരമായിട്ടുള്ള നിപ്പായത്. എത്ര സ്തുതിച്ചാലൊക്കെ എൻ്റെ യേശുവിനെ. എനിക്ക് ജന്മം തന്നതാ.
കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ എന്തൊരു സന്തോഷം, എന്ത് ആനന്ദം. പ്രൈസ് ദി ലോർഡ്. ഒരു യോഗ്യതയും ഇല്ലാത്ത എന്നെയാ ഇവിടെ നിർത്തിയത്. ഇപ്പൊ ആ സൗണ്ടിന് വലിയ കുഴപ്പമില്ല, ക്ഷീണം അങ്ങ് മാറി. ഞാൻ നിൽക്കും തോറും ഇങ്ങനെ തമ്പുരാൻ നിർത്തും എന്നെ. മുമ്പേ ഇവിടെ പറഞ്ഞാൽ പാടിയല്ലോ, നിന്നതല്ല ഞാൻ നിർത്തിയതാ എന്നെയെന്ന്. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ എങ്കിലും നീ മാനിച്ചു, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. അങ്ങനെ കുടിച്ചു ഒരു പരുവമായി. അപ്പം വീട്ടുകാർ വിചാരിച്ചു അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ അത് മർത്തോമയിലാ, ചിലപ്പോൾ അങ്ങ് രക്ഷപ്പെടുമെന്ന്. അങ്ങനെ പത്തനംതിട്ടയുള്ള മേരിക്കുട്ടി എന്ന് പറഞ്ഞ ഒരു സഹോദരി, അപ്പനും മരിച്ചുപോയി. കൽക്കട്ട റെയിൽവേയിലായിരുന്നു ജോലി. അപ്പൻ്റെ ജോലി അമ്മയ്ക്ക് കിട്ടി. അമ്മയ്ക്ക് 3 പെൺപിള്ളേർ, അതിലൊരു മൂത്ത മോള് മിലിറ്ററി നേഴ്സ് ഷേർലി, അതാണ്ട് അവിടെ ഇരിപ്പുണ്ട് മമ്മി ഇരിക്കുക. പുള്ളിക്കാരിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അപ്പോൾ ബീഹാർ ബോംബെ അശ്വനി ഹോസ്പിറ്റൽ കൊളാബയിലാണ് പഠിച്ചത്. അവിടുന്ന് പഠനം കഴിഞ്ഞ് ബീഹാർ റാഞ്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്യുമ്പോഴാണ് കല്യാണം കഴിഞ്ഞ് പുതുമണവാളനെ അങ്ങോട്ട് കൊണ്ടുപോയി. മിലിറ്ററി ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം നല്ല സ്വീകരണം തോന്നി. ഞാൻ എയർപോർട്ടിലെ ജോലി. അവിടെ ചെന്നപ്പോൾ മിലിറ്ററിയിൽ അവർക്ക് 7 കുപ്പി കോട്ടയുണ്ട് മദ്യം. പാലക്കാടുകാരൻ ഒരു ഗണപതി എന്ന് പറഞ്ഞ ഒരു നല്ല മനുഷ്യൻ എനിക്ക് തന്നു, ഇത്രയും വയറുമായിട്ട്. അയാളെ കണ്ടാലും ഗണപതി തന്നെ. അയാൾ ആ ലിക്കർ ഷോപ്പിൻ്റെ ഇൻചാർജ്. ഞാൻ രാവിലെ അങ്ങ് ചെല്ലും, മുഖം പോലും കഴുകാതെ. പുള്ളിക്കാരിയുടെ പേരെഴുതും, ഇയാളാ ഇൻചാർജ്. എല്ലാം കൂടെ തലയിൽ ചുമക്കും. മിലിറ്ററിയുടെ മൈതാനത്ത് ദാ അടക്കുന്നു. നേർച്ച നേർന്നുണ്ടായ മകൻ തരിപ്പണമായി. കല്യാണത്തിന് പെണ്ണ് കാണാൻ പോയത് കോട്ടയം കങ്ങഴ എന്ന് പറയുന്ന സ്ഥലത്ത് മാർത്തോമ സഭയുടെ ഡി അഡിഷൻ സെൻ്റർ ഉണ്ട്. അവിടുന്ന് ഡോക്ടറോട് എൻ്റെ അപ്പനും അമ്മയും കള്ളം പറഞ്ഞ്, അവരാരും ഇല്ല, കള്ളം പറഞ്ഞുകൊണ്ട് നേരത്തെ പോയി, ഈ ലോകത്തുനിന്ന് യാത്രയായി. ഡോക്ടറോടെ കള്ളം പറഞ്ഞാണ് പെണ്ണ് കാണാൻ ചെല്ലുന്നത്. പെണ്ണിന് എന്നെ കണ്ടപ്പോൾ കുഴപ്പമില്ല, നല്ല സുന്ദരൻ, അഹോ എന്ത് വന്നു തുനിച്ചു നോക്കാൻ ചക്കയോ വല്ലോ വന്നു. നോക്കിയപ്പം നല്ല സഫാരി സൂട്ട് വണ്ടിയിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് അവൻ തന്നെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ 10-20 വർഷം അത് അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ ഇതുപോലൊരു സ്ത്രീ ഇല്ലെന്ന്. ഇപ്പം വലിയ സന്തോഷവതിയാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ബോംബെക്ക് ഇവിടുന്ന് സസ്പെൻഷൻ കിട്ടി. 1 വർഷം പണിഷ്മെൻ്റ് ഏറ്റുവാങ്ങി വീട്ടിൽ നിന്നു. സീനിയർ ഓഫീസറെ അടിച്ചതിന്. അങ്ങനെ ബോംബെക്ക് ട്രാൻസ്ഫർ ആയി ചെന്നു. ബോംബെയിലെ ടാറ്റ ഹോസ്പിറ്റൽ ഭാര്യയുടെ ജോലിയാണ്. അവസാനം ജോലി റിസൈൻ ചെയ്തു. 7 വർഷം സർവീസേ ഉള്ളൂ. ഭർത്താവിനെ നോക്കാൻ വേണ്ടി ജോലി രാജിവെച്ചു. ടാറ്റ ഹോസ്പിറ്റലിലെ യോഗേശ്വരി എന്ന് പറയുന്ന സ്ഥലത്ത് ഷാ ഹോസ്പിറ്റലിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രഗത്ഭനായ ഡോക്ടർ ഷാ, അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. എൻ്റെ മദ്യപാനം നിന്നില്ല. അവസാനം ഗ്രാൻഡ് റോഡിലെ ഗെറ്റ് വെൽ ക്ലിനിക് എന്ന് പറയുന്ന ഏറ്റവും വലിയ സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അവിടെ എന്നെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ആംബുലൻസിലാണ് കൊണ്ടുപോയി. അവിടുന്ന് എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് ഡോക്ടർ മുറി കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ രക്ഷപ്പെടാൻ ഇനിയും പഴുതുകളൊന്നുമില്ല, കൂടിപ്പോയ 2-3 ദിവസവും ഞാനൊന്ന് ട്രൈ ചെയ്യാം. അപ്പം വൈഫിനോട് പറഞ്ഞു, ദൈവവിശ്വാസമുണ്ടെങ്കിൽ ഈ പേപ്പറിലൊന്ന് ഒപ്പിടാൻ. ആദ്യത്തെ വിരൽ ഞാൻ എനിക്ക്. അപ്പോൾ എനിക്ക് ശ്വാസം ഉണ്ടെന്നേ ഉള്ളൂ. ആൾ ആകെ അങ്ങ് ശോഷിച്ചു. ബുദ്ധിയെല്ലാം പോയി, കേൾവി പോയി, കംപ്ലീറ്റ് പോയി. അപ്പോൾ അറിയാമല്ലോ കരണ്ട് പോയാൽ നമ്മുടെ അവസ്ഥ എന്തുമായിരിക്കും. അതേപോലെ തന്നെ എന്നാലും നമ്മൾ കരണ്ട് പോയാലും ചോറുണ്ണും, ഇല്ലേ? എനിക്ക് പിന്നെ ഒരു സ്വഭാവമുണ്ട്. 45 മിനിറ്റ് ആവുന്നു. എന്നെ സൈക്കിളിൽ ആരെങ്കിലും അങ്ങ് കയറ്റി വിട്ടാൽ ഞാനങ്ങ് ചവിട്ടിപ്പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ നിർത്താൻ അറിയത്തില്ല, എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇടിച്ചങ്ങ് നിൽക്കും.
നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലയോ? അതുകൊണ്ടാണ് സമയത്തിൻ്റെ പരിമിതി നിന്നുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുക. പെട്ടെന്ന് തീർക്കാം. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായതുകൊണ്ട് ചിലപ്പം പാർട്ടിയാണ് 5 മിനിറ്റ് കൂടെ തന്നെന്ന് വരും. എൻ്റെ അമ്മച്ചിയുടെ ചിരി കാണുമ്പോൾ എനിക്ക് എന്തൊരു സ്നേഹമാണ്, സന്തോഷമാണ്. അങ്ങനെ ഡോക്ടറെ ആശുപത്രിയിലെ ഗെറ്റ്വെൽ ക്ലിനിക്കിൽ എന്നെ ട്രീറ്റ്മെൻറ്റിനായിട്ട് കൊണ്ടിട്ടു. 2 സെക്യൂരിറ്റിയും ഒരു വാർഡ് സിസ്റ്ററും ഒക്കെ ഉണ്ട്. എനിക്ക് തരുന്ന മരുന്നുകളൊന്നും എൻ്റെ ശരീരത്തിൽ പിടിക്കത്തില്ല. ന്യൂറോബിൻ എന്നൊക്കെ പറഞ്ഞ മരുന്നുകളൊക്കെ തരുന്നുള്ളൂ, ഒന്നും ഏക്കത്തില്ല. മരുന്ന് ഇങ്ങനെ കുത്തിവെച്ച് മരുന്ന് ഒഴിച്ച് തന്ന ഇതിലെ കൂടെ അങ്ങ് പോവും. ഗുളിയെ കൊണ്ട് തന്ന ഞാൻ എടുത്താൻ കളയും. എന്നെ മരിക്കാൻ നിമിഷങ്ങളേ ഉള്ളൂ. 16-ാമത്തെ ദിവസം കർത്താവായ യേശു ക്രിസ്തു എൻ്റെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോട്ടിന് സദൃശ്യമായ സ്വർഗീയ പിതാവ് എൻ്റെ മുമ്പിൽ വന്നു നിന്നു. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ ഓടി വന്ന് എനിക്ക് മരുന്ന് കൊണ്ടുവന്നപ്പോൾ സിസ്റ്റർ നോക്കിയപ്പോൾ ഞാൻ കണ്ണു തുറന്നിരിക്കുന്നു. എൻ്റെ കെട്ടഴിക്കാൻ പറഞ്ഞു. അഴിച്ചു. ലാസറേ, നിന്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ കെട്ടുകൾ കാലിലെല്ലാം മാറ്റി ഞാൻ സുഖമനായി കുത്തിയിരിക്കുന്നു. ഡോക്ടറെ ചെക്കപ്പ് ചെയ്തപ്പോൾ എനിക്കൊരു അസുഖവുമില്ല. പ്രൈസ് ദി ലോർഡ്. സീസോഫീമിയ എന്ന് പറയുന്ന മാരക രോഗം എനിക്കില്ല. പത്തനാപുരത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഡോക്ടറുണ്ട്, ജോൺ ഡോക്ടർ. അയാളും ഇല്ല, പോയി. അവിശ്വാസി നീ പോവും. നീ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ കുറെ നാളും കൂടെ നിന്നെ ഇരുത്തും. കർത്താവ് അങ്ങനെ ഇരുത്തിയതാ, എന്നെ നിർത്തിയതാ. ഡോക്ടർ എൻ്റെ അമ്മയോട് പറഞ്ഞു, കേട്ടോ സിസ്റ്ററെ, ഇവനെ കെട്ടിച്ച് എന്തിനാ മക്കളുണ്ടാവത്തില്ല. കുടിച്ചു മാർത്തയെ മറിയെ പോലെ 2 മക്കളെ ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരുത്തി മണ്ണ് വാരി കളിക്കുക, ഐസ് വാരി കളിക്കുക കാനഡയിൽ. തണുപ്പ് രാജ്യമല്ലേ അവിടെ പേര് സ്റ്റാർലിറ്റ്. മോനെ എനിക്ക് തന്ന 2 മരുമക്കളും പാസ്റ്റർമാരാ. 2 പേരും പാസ്റ്റർമാരാ. ഈ മുടിയനായ പുത്രന് തന്നത് 2 പാസ്റ്റർമാരെയാ. AG സഭയിലെ പാസ്റ്റർ റോബിൻ ഇന്ന് കാനഡയിൽ സർവീസ് ചെയ്യുന്ന ഒരു കൊച്ചു സഭയിലെ മോള് പഠിക്കാനുള്ള വിസ. ഒരു കുഞ്ഞുണ്ട് 6 വയസ്സുള്ള ഗ്രഹാം സ്റ്റെയിൻ എന്നാ പേര്. ഹോ, എന്തൊരു പേരല്ലയോ. പ്രൈസ് ദി ലോർഡ്. എവിടെ വെച്ച അദ്ദേഹത്തെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്? ഒറീസയുടെ പ്രദേശത്തില്ലേ? സുവിശേഷകനെ കത്തിച്ച് ഇരിക്കുന്നവരുടെയൊക്കെ ജീവിതമൊക്കെ അങ്ങനെയൊക്കെ തന്നെ. മറ്റേ സാത്താൻ ഇഷ്ടമല്ലല്ലോ. അത് ചില വീടുകളിലും ഉണ്ട്. കടത്ത് വള്ളത്തെ കയറുമ്പോൾ ഒരു കാല് വെള്ളത്തിലും ഒരു കാല് വള്ളത്തേലും. ആദ്യമൊക്കെ ഞാൻ മർത്തോമായാലും ഭാര്യ ബന്ധുക്കോസിലും. വള്ളം മറിയും, വെള്ളം കയറും. ഇത് കോരിക്കളഞ്ഞാലും പത്രോസും യാക്കോബും യോഹന്നാനും ഒന്നുമല്ല, ഇത് മറിയും. അവര് കർത്താവിനോട് പറയും, അമരത്ത് കിടക്കുമ്പം അല്ലയോ മീൻ കിട്ടിയിട്ടേ പറയും, വീശട അങ്ങോട്ടെന്ന് പറയും. തള്ളി പറഞ്ഞു. പിന്നെ യഹൂദന്റെ ചെവി മറത്തു, തുണി തയ്ച്ചും കൊടുത്തു. ഇല്ലേ? എന്നെ അങ്ങനെ കൊണ്ടു കിടക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം എത്രത്തോളം നിർത്തിയതാ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഒരു വാക്ക് മതി നമ്മളെ രക്ഷപ്പെടുത്തുവാൻ, രോഗത്തിന് വിടുതൽ കിട്ടുവാൻ. ദൈവം തമ്പുരാന്റെ ഒറ്റ വാക്ക് മതി. യേശുവേ ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ. കർത്താവിൻ്റെ ഒരു വാക്കുമതി എൻ്റെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ. ദൈവം തമ്പുരാൻ അങ്ങനെ ഇളയ മോള് കാനഡയിലായി. മൂത്ത മോള് ഏഞ്ചൽ എന്നാ പേര്. അവള് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ ജോലിയാ. അവിടെ കെട്ടിയവൻ എൻ്റെ മരുമോൻ പ്രിൻസ്. അവർക്ക് സ്വന്തമായിട്ടൊരു സഭ, ഇൻഡിപെൻഡൻറ്റ് സഭയായിരുന്നു. ഇപ്പോൾ AG സഭയ്ക്കായിട്ട് എഴുതി കൊടുത്തോണ്ട് റിട്ടയർഡ് പാസ്റ്റർ മോനും മോളും ഒക്കെയാണ് സർവീസ് ചെയ്യുന്നത്. ഈ മുടിയനായ പുത്രൻ പാസ്റ്റർമാരെ എനിക്ക് കണ്ടുകൂടായിരുന്നു. ഇനി ഞാൻ ആദ്യമൊക്കെ പാട്ട് പാടുവരുന്നവർ പോകുമ്പോൾ ബെന്തിക്കോസി ചേരണം കപ്പയുള്ള വീട്ടിൽ യോഗം കൂടണമെന്ന്. ഇപ്പം ഞാൻ അവരുടെ വീട്ടിൽ തന്നെ ആ യോഗം കൂടുന്നത്. ബെന്തിക്കോസുകാരുടെ ആഹാരമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആരും നിന്നെ തള്ളി പറയുന്നു, അവനെയാ എനിക്ക് ആവശ്യമെന്നാ കർത്താവ് പറഞ്ഞു. കർത്താവിന് വേണ്ടുന്നത് എന്നെ പോലെയുള്ള ആളുകളെയാ ദൈവം തമ്പുരാൻ ഇവിടെ കൊണ്ടുവന്നതാ. ഞാൻ നിന്നതല്ല, നിർത്തിയതാ. ഈ വചനവുമൊക്കെ വാക്കുകളുമൊക്കെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി.
പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയാണ് ഞാൻ. നീ നല്ലത് പ്രവർത്തിച്ചാൽ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. നിന്റെ ദൈവമായ യഹോവേ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി സേവിച്ചാൽ നിന്നെ ഞാൻ ഇവിടെ വരുത്തും. പ്രൈസ് ദി ലോർഡ്. എന്റെ മാറ്റമില്ലാത്ത വചനം, ഇരുവായ് തലയുള്ള മൂർച്ചയേറിയ വാളിന് കാലിലും അത്യുത്തമായ ദൈവത്തിന്റെ വചനം ഞാൻ നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. നീ അകത്ത് കയറിയാൽ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോയാൽ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. യേശുവേ, യേശുവേ നന്ദി. ദൈവമേ, നിന്റെ കൃപ എന്നോട് കൂടെ ഇരിക്കുമാറാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ പാപങ്ങളുടെ ലംഘനങ്ങളെ മായ്ച്ചു തരണമെന്നാ ഞാൻ എൻ്റെ കർത്താവിനോട് പറയുന്നത്. എൻ്റെ സമയം കഴിഞ്ഞിരിക്കുക. കറക്റ്റായിട്ട് 45 മിനിറ്റ് ആവുന്നു. ഞാൻ നിർത്താൻ പോവുക. നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സഭയെ ചുറ്റിപ്പറ്റി എന്ന് പറഞ്ഞാൽ വട്ടം കറങ്ങി നിൽക്കാനല്ല, ഈ സഭയിലെ തുടർന്നും മുമ്പോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് 2 ഭവനമുണ്ട് ബോംബെയിലെ. 10-16 വർഷമായി 30 ലക്ഷം രൂപ കൊടുത്താൽ ഇതുവരെയും കിട്ടിയിട്ടില്ല. മലയാളിയാ. അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കിട്ടും എന്ന് പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഒരു വിഹിതം ഈ സഭയ്ക്കും എനിക്കും ഒക്കെ നിങ്ങൾക്കും ഒക്കെ അർഹതയുള്ള. എനിക്ക് 61 വയസ്സായി. ഇതെല്ലാം അവിടെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരർത്ഥവുമില്ല. ഞാൻ പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകത്തില്ല. എനിക്ക് ഇച്ചിരി കഞ്ഞി കിട്ടും, അത് ഇവിടുന്ന് കിട്ടും. ഇന്നും തരുമെന്നാണ് എനിക്ക് തോന്നുന്നു. ഇത്രയും നേരം നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ. ഇനി മീറ്റിംഗ് ഒന്നും എനിക്കറിയത്തില്ല. വൈഫിനോട് പറഞ്ഞ് ചേരാനുള്ള സമ്മതപത്രത്തിൽ നീ ഒപ്പിട്ടോ ഇല്ലോ ഒന്നും എനിക്കും അറിയത്തില്ല. ഞാനിവിടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കർത്തദാസൻ 118-ാം സങ്കീർത്തനത്തിൻ്റെ 9, 8, 7 വാക്യം ഇവിടെ വായിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ മെമ്മറിയിൽ തമ്പുരാൻ തന്നു, എടാ പാസ്റ്റർ അത് വായിച്ചെങ്കിൽ നീ 23 118-ൻ്റെ ഇതെങ്ങനെ സംഭവിച്ചു? മനുഷ്യൻ്റെ നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം തന്നെ. ഇത് യഹോവയാൽ സംഭവിച്ചു. പാസ്റ്റർ അവിടെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ തന്നതാ. ദൈവമേ, എനിക്ക് എൻ്റെ രോഗം മാറ്റിയ കർത്താവ് നിങ്ങളുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടഭാരങ്ങൾ ഒക്കെ മാറ്റിത്തരും. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ഒരുത്തനും ഒരു സങ്കടവും കർത്താവ് കൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തോന്നുന്ന ചില സഭകളിലൊക്കെ ചെന്നാൽ എടുത്തങ്ങ് പൊക്കും. ഇവിടെ ആരെയും പൊക്കാനില്ല. പൊക്കാനാന്ന് എന്നെ എപ്പോഴേ പൊക്കിയനെ. ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. പാസ്റ്റ് പറഞ്ഞപ്പോഴില്ലയോ നിങ്ങളും അറിഞ്ഞ ഞാനിവിടെ വരുന്നെന്ന്. ഇരിപ്പുണ്ടെന്നില്ലയോ ഒരു സാക്ഷ്യമൊന്ന്. മറ്റേടത്തൊക്കെ പോയാൽ അങ്ങനൊന്നുമല്ല. ദാസൻ വന്നിട്ടുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്, കാലും വെച്ച് അവിടെ ഇരിക്കും. പിന്നെ പാസ്റ്റാൻ്റെ ചൂടുവെള്ളം, ഇവിടെ ഒരു വെള്ളവും കിട്ടിയില്ല, ഞാൻ കൂപ്പിക്കകത്ത് കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് വലിയ സന്തോഷം. വ്യത്യസ്തമായ ആ ചട്ടക്കൂടുകളിൽ നിന്നാണ് നിങ്ങളെല്ലാം യേശുവിനെ കാണാൻ ഇവിടെ വന്നത്. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം, സന്താപമേറുമി ലോകേ ഞാനേകിലും സ്വാന്തനം തരും ശുഭം, ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാൽച്ചുവട്ടിലത്രേ. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു. ഈ സഭയ്ക്കും ദൈവദാസന്മാർക്കും കർത്തദാസനും കുടുംബത്തിനും നിങ്ങൾക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ സാക്ഷി നിന്ന് വിരമിച്ചുകൊള്ളുന്നു. തനിക്ക് തന്നെ ഷോക്ക് അടിപ്പിച്ചെന്ന് പറയാൻ മടിയില്ല. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാദറിന് മാനസിക രോഗമാണ്. അദ്ദേഹം ഒരിക്കൽ പോലും ഈ സ്റ്റേജിൽ പറഞ്ഞിട്ടില്ല എൻ്റെ ഫാദറിന് പ്രശ്നം ഉണ്ടായിരുന്നു, യേശു എന്നെ വിടുവിച്ചു. പറയാൻ മടിയാ, നാണം കേടാ. അതുകൊണ്ടാണ് വിടുവിക്കാത്തത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നാണം കേടുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ? ഇല്ല പാസ്റ്ററെ, യേശു വിടുവിച്ചല്ലയോ.
ഏത് തെരുക്കോണിലും പറയും യേശു വിടുവിച്ചാന്ന്. അദ്ദേഹത്തിന് ഷോക്ക് കൊടുത്ത സമയത്തിന് കണക്കും കൈയില്ല. അതായത് വൈദ്യശാസ്ത്രത്തിൽ ഇദ്ദേഹത്തെ പോലെ 4 പേരായിരുന്നു ഉണ്ടായിരുന്നേ. അതിൽ 3 പേരും മരിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ, യേശുവിൻ്റെ സാക്ഷ്യം പറയാൻ, എലോഹിമിനോട് ചേർന്ന് നിൽക്കാൻ, ദേശങ്ങളിൽ പലയിടത്തും ദൈവത്തിൻ്റെ സാക്ഷിയായി മാറാൻ, ദൈവത്തിന് വേണ്ടി തൻ്റെ ഇടത്തോടെ സാക്ഷ്യം പറയാൻ ആയുസ്സും ആരോഗ്യം കൊടുത്ത ദൈവത്തിൻ്റെ കൃപയ്ക്ക്, ദൈവത്തിൻ്റെ ശക്തിക്ക് സ്തോത്രം. അച്ഛാ ഒന്ന് എഴുന്നേറ്റ് വന്നേ. അച്ഛനിങ്ങനെ ധീരതയോടെ നിൽക്കുമ്പോഴും ഈ സാക്ഷ്യത്തിൻ്റെ എല്ലാം പുറകിൽ കരഞ്ഞുകൊണ്ട് മൂകസാക്ഷിയായ ഒരാളുണ്ടായിരുന്നു. മെൽറ്റി നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നയാൾ ജോലി റിസൈൻ ചെയ്തു. കർത്താവിന് വേണ്ടി നിൽക്കാൻ തീരുമാനിച്ചു. ഒരു കാര്യം കൂടെ, ഈ പുസ്തകത്തിൽ പറയുന്ന സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ, ഇന്ന് രാവിലെ ഞാനിത് പറഞ്ഞുകൊണ്ടാണ് വന്നേ, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ. അച്ഛാ ആ അസുഖത്തിൻ്റെ പേരെന്തുവാ? സീസോഫീമിയ. പ്രാന്താണ്. പറയുന്നതിന് നാണങ്ങളുണ്ടോ? ഇല്ല. ഒരാമയും പറ കേട്ടോ. ഇത് പറയുമ്പോൾ നാണങ്ങളുള്ള നീ ലജ്ജിച്ച് തല താഴ്ത്തണം. എയർഫോഴ്സുകാരൻ പറഞ്ഞ് പച്ചയ്ക്ക് ഭ്രാന്തായിരുന്നെന്ന്. ഭ്രാന്തായിരുന്നു. ഇന്ന് ഭ്രാന്തില്ല, ഇന്ന് സുവിശേഷത്തിൻ്റെ ഭ്രാന്താ. വേറെ ഒരു ഭ്രാന്തും ഇന്നില്ല. പോകാത്ത ഹോസ്പിറ്റലൊന്നുമില്ല, എല്ലാം മെൻ്റൽ ഹോസ്പിറ്റലും കൊണ്ടുപോയതാ. വിമർശിക്കുന്നവരിത് കേൾക്കണം, ഞങ്ങളെ അപവാദം പറയുന്നവരിത് കേൾക്കണം. യേശുവിനെ ആരെ വിടുവിക്കാൻ പറ്റും? വൈദ്യശാസ്ത്രം തള്ളിയവരെ വിടുവിക്കാൻ പറ്റും. വൈദ്യശാസ്ത്രം മാറ്റി നിർത്തിയവരെ വിടുവിക്കാൻ പറ്റും. ഇനി ഒരു പ്രസംഗത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഇനി ഒരു പ്രവചനത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഇനി സാക്ഷികളെ കൊണ്ട് ആവശ്യമില്ല. ഇല്ല. മനസ്സെന്ന് പറഞ്ഞ യേശു വിടുവിച്ചാന്ന്. മദ്യം ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും പറ്റുകയില്ലായിരുന്നു. ഇന്ന് മദ്യം വേണ്ട, ഇന്ന് കുടിക്കുകയില്ല. നമ്മുടെ തിരുവനന്തപുരത്തെ യോഗത്തിനും തൊട്ടുപുറകെ സാക്ഷ്യം പറയാൻ പോവാ. 22, 23, 24 ആ ദിവസങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ട്. ഇനി എല്ലാ മീറ്റിങ്ങിനും ഉണ്ട്. വരട്ടിതുപോലെ 100 പേര്. ഒരാമയും പറ. കള്ളപ്പുള്ളികൾ വേണ്ട. എന്തായാലും വിടുവിച്ചാൽ തൻ്റെ ഇടത്തോടെ കയറി പറയണം യേശു വിടുവിച്ചെന്ന്. അങ്ങനെ ഉള്ളവരെയാ ദൈവത്തിന് വേണ്ടിയേ. എന്നോട് ചോദിച്ചു കൂടെ നിൽക്കാൻ പോവാ, കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു അച്ഛനെ തേടി നടക്കുമായിരുന്നു ഞാൻ. അച്ഛൻ ഇവിടുന്ന് പോകരുത്, നിന്നോണം. നല്ലതായിട്ട് സാക്ഷ്യം പറയും, പാടും, നല്ല അടിപൊളിയായിട്ട് പാടും. പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട് ഇല്ലയോ? 2 പിള്ളേർ എന്തോ ചെയ്യുക, ഉയർന്ന വിദ്യാഭ്യാസമുണ്ട് 2 മക്കൾക്കും. 2 മക്കളും ദൈവവേല ചെയ്യുക. 2 മക്കളും കർത്താവിനെ സേവിക്കുക. 2 മക്കളെ പാസ്റ്റർമാരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. വാചാടിയല്ല കേട്ടോ, അല്ല, കാര്യം പറയുമല്ല, ജീവിതത്തിൽ പ്രായവർത്തിയാക്കുക, കൊണ്ടുവരണം. അങ്ങനെ ദൈവം അനുഗ്രഹിക്കും. ഞങ്ങൾ കൂടുണ്ട്, യേശു കൂടുണ്ട്.